ചാലക്കുടിയിൽ നിന്നും മലക്കപ്പാറയിലേക്കൊരു യാത്ര, അതും നമ്മുടെ ആനവണ്ടിയിൽ. ചാലക്കുടി KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും 12:30 ഈ ബസ് എടുക്കുന്നത്. KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും നേരെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്കാണ് ഈ ബസ് ചെല്ലുന്നത്. അവിടെ നിന്ന് 12:50 ബസ് മലക്കപ്പാറയിലേക്ക് പുറപ്പെടുന്നത്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോഴേക്കും സീറ്റുകളെല്ലാം നിറഞ്ഞിരുന്നു. യാത്ര ആരംഭിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ഒരു 1.5 ക്രൂ തന്നെയാണ്. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രൈവറും കണ്ടക്ടറും. അതിരപ്പള്ളി വരെയുള്ള യാത്രക്കാരായിരുന്നു കൂടുതലും. മുമ്പ് 11:15 ബസ് ഉണ്ടായിരുന്നു. ആ ബസ് പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ സ്റ്റാൻഡിലെത്തിയത്. പക്ഷേ ആ ബസ് സർവീസ് നിർത്തി വെച്ചിരിക്കുകയാണ്. ഡ്രീം വേൾഡും സിൽവർ സ്റ്റോമും കടന്ന് ബസ് ഒടുവിൽ അതിരപ്പള്ളിയിൽ എത്തിച്ചേർന്നു. അതിരപ്പള്ളിയിൽ കാഴ്ചകൾ കാണാൻ പോകുന്നവർ ഇവിടെയാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. പാർക്ക് ചെയ്തിരിക്കുന്ന കാറുകൾക്ക് മുകളിൽ കുരങ്ങുകൾ വിശ്രമിക്കുന്ന കാഴ്ച വളരെ രസകരമായിരുന്നു. ഒരു പക്ഷേ അതിരപ്പള്ളിയേക്കാൾ കൂടുതൽ മനോഹരമായൊരു വ്യൂ ആണ് ഈ ചാർപ്പ വെള്ളച്ചാട്ടം. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ട ഡ്രൈവർ ബസ് സ്ലോ ചെയ്തു തന്നു. ഒരുപാട് വിനോദസഞ്ചാരികൾ അവിടെ നിന്ന് ചിത്രങ്ങൾ പകർത്തുന്നുണ്ടായിരുന്നു. അതിരപ്പള്ളി കഴിഞ്ഞതോടെ റോഡിൻ്റെ വീതി താരതമ്യേന കുറഞ്ഞു വന്നു. ഒടുവിൽ ബസ് പുളിയിലപ്പാറയിലെത്തി. അവിടെ 10 മിനിറ്റ് ബ്രേക്ക് ടൈമുണ്ട്. സ്ത്രീകൾക്ക് പ്രത്യേക ശുചിമുറി അവിടെയുണ്ട്. വാച്ചുമരം ആദിവാസി കോളനിയിലേക്ക് ഇതുവഴിയാണ് പോകുന്നത്. അതിനുശേഷം ബസ് പ്രവേശിച്ചത് ഷോളയാർ സ്റ്റാഫ് ക്വാർട്ടേഴ്സിലേക്കാണ്. വേനൽക്കാലത്ത് ആനകൾ കാടിറങ്ങി കൂട്ടമായി വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. മഴക്കാലമായതിനാലാകാം അവിടെ ആനകളെയൊന്നും കാണാൻ സാധിച്ചില്ല. അങ്ങനെ ഒടുവിൽ ബസ് മലക്കപ്പാറ എന്ന മനോഹരമായ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മൂന്നാർ പോലെ തന്നെ തേയിലത്തോട്ടങ്ങളുടെ ഭംഗിയുള്ള കാഴ്ചകൾ തന്നെയാണ് ഇവിടെയും. നാല് 30 നമ്മുടെ ബസ് മലക്കപ്പാറ പ്രവേശിച്ചു. ഇതാണ് മലക്കപ്പാറ ചെക്ക് പോസ്റ്റ്. ഇവിടെയാണ് കേരളവും തമിഴ്നാടും അതിർത്തി പങ്കിടുന്നത്. ബസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പും ഇവിടെ തന്നെ. ബസ് ഇനി ഇവിടെ നിന്നും 5:15 പുറപ്പെടുക. അതുവരെ മലക്കപ്പാറയിലെ കാഴ്ചകൾ കാണാൻ നമുക്ക് സമയമുണ്ടായിരിക്കും. ഏതാണ്ട് 5 മണിയായപ്പോൾ ചാലക്കുടിയിൽ നിന്നും മലക്കപ്പാറ വഴി വാൽപ്പാറയിലേക്ക് പോകുന്ന പ്രൈവറ്റ് ബസ് അതുവഴി കടന്നു വന്നു. സമീപത്തുള്ള കടകളിൽ മുന്തിയ ഇനം ചായപ്പൊടികളും ഹോം മെയ്ഡ് ചോക്ലേറ്റുകളും അവോക്കാഡോയും നമുക്ക് ലഭ്യമാണ്. അവയെല്ലാം വളരെ കുറഞ്ഞ നിരക്കിലാണ് അവിടെ കിട്ടുന്നത്. അങ്ങനെ കൃത്യം 5:15 ബസ് അവിടെ നിന്നും പുറപ്പെട്ടു. ദൃശ്യഭംഗിയുള്ള സ്ഥലങ്ങളിലെല്ലാം ഡ്രൈവർ ബസ് നിർത്തി വീഡിയോ എടുക്കുന്നതിന് വേണ്ടി സഹായിച്ചു. തിരിച്ചുള്ള യാത്രയിൽ മലമ്പ്രദേശങ്ങളിൽ മുഴുവൻ കോടയാൽ പൊതിഞ്ഞ മനോഹരമായ ദൃശ്യങ്ങൾ കാണാൻ സാധിച്ചു. ചാലക്കുടിയിൽ നിന്നും മലക്കപ്പാറയിലെത്തി അവിടെ സ്റ്റേ ചെയ്യുന്ന ബസ്സാണ് ആ കാണുന്നത്. ഹെയർ പിൻ വളവുകളെല്ലാം വളരെ അനായാസത്തോടെയാണ് ഡ്രൈവർ കൈകാര്യം ചെയ്തത്. തിരിച്ചുള്ള യാത്രയിൽ കാട്ടുമൃഗങ്ങളെ നമ്മുടെ വീഡിയോയിൽ കിട്ടുന്നതിന് വേണ്ടി നല്ലൊരു ടോർച്ച് ഡ്രൈവർ കണ്ടക്ടറുടെ കയ്യിൽ ഏൽപ്പിച്ചു. അതുകൊണ്ട് കുറച്ച് മ്ലാവുകളുടെ വീഡിയോ പിടിക്കാൻ സാധിച്ചു. ആനയെ കാണാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം ഡ്രൈവർ ബസ് സ്ലോ ചെയ്ത് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു.
അങ്ങനെ ഒടുവിൽ വഴിയരികിൽ ഒരു അമ്മയും കുഞ്ഞും. കുട്ടിയാനയുണ്ടല്ലോ. ഡ്രൈവർ ബസ് റിവേഴ്സ് എടുത്തു. അവിടെ നിന്നാ ഞങ്ങൾ പ്രശ്നം നടക്കില്ല. ഒടുവിൽ ആനയെ കണ്ട സന്തോഷത്തിൽ ഞങ്ങളെ ആനയെ കാണിച്ചു തന്ന സന്തോഷത്തിൽ ഡ്രൈവറും കണ്ടക്ടറുമായി ആ ബസ് പതിയെ മുന്നോട്ട് നീങ്ങി. ഒരു സഫലമായ യാത്രയുടെ അന്ത്യം.